ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പണിയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 ലിറ്ററിൻ്റെ ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് 3 എണ്ണം വെച്ചാണ് ചെയ്യണത്. 3 എണ്ണം നിങ്ങൾക്ക് 2 എണ്ണം വെച്ചൊക്കെ ചെയ്യാം. ഞാൻ 3 എണ്ണം വെച്ചാണ് ചെയ്യണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന്. ഇനി നമുക്ക് ഈ 3 ബോട്ടിലൊന്ന് ഒട്ടിച്ചേർത്തണം. ഞാൻ ഒട്ടിച്ചേർത്താനായിട്ട് സിലിക്കൺ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത് ഒന്നുമില്ലെങ്കിൽ ഫെവിക്വിക്കോ റാൾഡൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ ഇത് 3 എണ്ണം വിട്ട് പോരാണ്ട് നല്ല രീതിയിൽ നല്ല പശ വെച്ച് ഒട്ടിക്കാം. ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധി കൈമേലേക്ക് ആവാണ്ടും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ 3 എണ്ണം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാ കുപ്പികളും അടിപൊളിയായിട്ട് ഒട്ടിയാറുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് കാണിക്കണത്. ഒട്ടിയാറുണ്ട്, നല്ല രീതിയിൽ ഒട്ടിയാറുണ്ട്. ഇങ്ങനെ ഇതുപോലെ കുറച്ച് പീസുകളാണ് വേണ്ടത്. ഞാൻ മൾട്ടിവുഡിൻ്റെ കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തേക്കണത്. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ കനം കുറഞ്ഞ് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാനും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇത് നടുക്കുള്ളത് ബാറ്ററി വെക്കാനും അപ്പുറത്തുള്ളത് മിനി മോട്ടർ വെക്കാനും വേണ്ടിയൊക്കെയാണ്. ഞാൻ എടുത്തേക്കണ 9 വോൾട്ടിൻ്റെ ഒരു മിനി മോട്ടറാണ്. ഇതുപോലെ ഇങ്ങനെ 3 കട്ടകൾ യോജിപ്പിച്ച് വെക്കാം. ഒരു പൊക്കം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളുടെ കാറ്റ് അധികം പിടിക്കാണ്ടിരിക്കാനും വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്യണത്. പിന്നെ നമുക്കിത് ഒന്ന് പശ വെച്ച് ഒട്ടിക്കുക. അതുപോലെ നല്ല രീതിയിൽ എല്ലാം ഒട്ടിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഗണ്ണിട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ ഇട്ടിട്ട് എല്ലാം നല്ല രീതിയിലാണ് ഒട്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇനി നമുക്ക് മോട്ടർ കണക്ട് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മിനി മോട്ടറാണ് ബാക്കിലേക്ക് വെച്ചേക്കുന്നത്. നല്ല ഹൈ പവറിൽ തള്ളാൻ വേണ്ടിയാണ് ഇങ്ങനെ 4 എണ്ണം വെച്ചേക്കുന്നത്. അപ്പോൾ 4 മോട്ടർ നമുക്കിങ്ങനെ ഗ്ലൂ ഇട്ടിട്ട് ഇതിലേക്ക് 4 മോട്ടറും ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് നല്ല ഒട്ടിക്കുക. നല്ല രീതിയിൽ ഒട്ടണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പറഞ്ഞൊന്നും പോകാൻ പാടില്ല, വെള്ളത്തിൽ പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതാണ് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഞാനൊരു ഏറ്റവും വലിയൊരു നല്ല ഒരു ഹൈ പവർ മോട്ടർ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തേക്കണത്. അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഗമ്മൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് നിർത്താം, വിട്ടൊന്നും പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി വലിയ മോട്ടർ ഫിറ്റ് ചെയ്യാം ഫ്രണ്ടിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് പവർ കൂടിയ മോട്ടറാണ് ഫ്രണ്ടിലേക്ക് വെക്കണത്. നല്ല രീതിയിൽ നല്ല പശയിട്ട് വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ കൂടുതലുള്ള സ്ഥലത്താണ് ഇത് വെക്കണത്. ഫ്രണ്ടിൽ നിന്നാണ് തള്ളാൻ വേണ്ടിയാണിത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് പശ കയറ്റപ്പനിട്ടിട്ട് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഫിറ്റിങ് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ബാറ്ററിയുടെ പവർ കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കണത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇത് ഇങ്ങനത്തെ ഒരു 4 ബാറ്ററി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മോട്ടർ കുറവാണെങ്കിൽ 2 എണ്ണമൊക്കെ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇതൊക്കെ ആണെങ്കിൽ ചെറുതുണ്ടാക്കാനാണെങ്കിൽ 1 എണ്ണമൊക്കെ മതി. 1 എണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കിയാലും ഇത് വർക്ക് ചെയ്തോളും. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കാൻ 4 എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മോട്ടറുകളുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറണ്ട് കൂടുതൽ വേണമല്ലോ, നിൽക്കാൻ വേണം, ചാർജ് കൂടുതൽ നിൽക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലിപ്പുണ്ട്, ബാറ്ററി ചെയ്യുന്ന ക്ലിപ്പാണ്. 9 വോൾട്ട് ബാറ്ററി ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ക്ലിപ്പാണ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തേക്കണത്. അപ്പോൾ ഇതുപോലെ എല്ലാ ബാറ്ററിയുടെയും ഇങ്ങനെ ക്ലിപ്പ് കണക്ട് ചെയ്യുക ഓരോന്നോരോന്നാ. ഇനി നമുക്ക് എല്ലാ ബാറ്ററി ഇതുപോലെ ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് വെക്കാം. അത് നടുക്കത്തെ പീസിലേക്കാണ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണത്. അപ്പോൾ ഇപ്പോൾ 4 ബാറ്ററിയും ഇതുപോലെ പശയിട്ടിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈനും ഈ 4 ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടാണ് അതിനകത്ത് പോസിറ്റീവ് ലൈൻ മോട്ടറിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ടാണ് 4 ബാറ്ററിയുടെ ഒരുമിച്ച് ലൈൻ പിരിച്ചെടുത്തിട്ടാണ് നമ്മളതിൽ മോട്ടറിലേക്ക് ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ പവർ കൂടും, കറണ്ട് കൂടുതൽ കിട്ടും, കുറേ നേരമൊക്കെ വർക്ക് ചെയ്യും. ഒരു ബാറ്ററിയൊക്കെ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോലും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കണത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബാറ്ററിയുടെ പണി കഴിഞ്ഞ് നമുക്ക് മോട്ടറിനകത്തേക്ക് കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വയർ എടുത്തിട്ടുണ്ട്. ആ വയർ എടുത്തിട്ട് ഓരോ മോട്ടറിലേക്കും അതിൻ്റെ ഓരോ ലെഗ് വെച്ച് സോൾഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ലൈൻ കിട്ടും. മോട്ടറിന് ബാറ്ററിയിലേക്ക് കൊടുക്കാൻ ഒരു ലൈൻ കിട്ടും. അപ്പോൾ ആദ്യം ഒരു വയർ എടുത്തിട്ട് എല്ലാ വയറിൻ്റെ കുറച്ച് കളഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ മോട്ടറിലേക്ക് ഇങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. അല്ലെങ്കിൽ ഒരു വയർ സോൾഡർ ചെയ്യണം, പിന്നെ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് പിന്നെ അതുമേ സോൾഡർ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ കുറേ നേരം എടുക്കും. അപ്പോൾ ഇതുപോലെ വയറൊന്ന് ചെറുതായിട്ട് അകറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മോട്ടർ സോൾഡർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാറ്ററിയിലേക്ക് ടപ്പ് ചെയ്യുന്ന പറഞ്ഞ് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് വേറൊരു ചെറിയ കഷ്ണം ഇതുപോലെ തന്നെ വയർ എടുത്തിട്ട് എല്ലാ മോട്ടറിലേക്കും, ഇപ്പോൾ 4 മോട്ടറുണ്ടല്ലോ, 4 മോട്ടറിലേക്കും ഇതുപോലെ കണക്ട് ചെയ്യാം ഓരോ വയറും. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ലെഗ് കിട്ടും. 2 കണക്ഷനാണുള്ള മോട്ടറിനുള്ളത്.
അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് ഇട്ട് ചെയ്യുക. ഈ സോൾഡറിങ് വല്ല അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാവരും കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ സോൾഡർ ചെയ്ത് കിട്ടും. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് എല്ലാ വയറും സോൾഡർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് 2 വയർ കിട്ടിയാറുണ്ട് മോട്ടറിലേക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്കിത് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് വേണം. സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അത് സ്വിച്ച് വേണമല്ലോ എപ്പോഴും, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ചെറിയൊരു സ്വിച്ച് മേടിക്കാൻ കിട്ടും, 5 രൂപയ്ക്ക് ആവുള്ളൂ അതുപോലത്തെ ഒരു സ്വിച്ചിന്. ആ സ്വിച്ച് ഞാനിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അടുത്ത കടയിലുണ്ടാവും എല്ലാ സാധനങ്ങളും കിട്ടണം. ഇതുപോലത്തെ ഒരു സ്വിച്ച്, ചെറിയ സ്വിച്ച് വാങ്ങിച്ചിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ആ സ്വിച്ച് ആദ്യം തന്നെ കുറച്ച് പശയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ബാറ്ററിയുടെ പുറത്ത് ഒട്ടിച്ച് വെക്കാം. നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് എപ്പോഴും നമുക്ക് ഓണാക്കാനോ ഓഫാക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്നാൽ കുറച്ച് പശ കൂടുതലിട്ടിട്ട് ആ ബാറ്ററിയുടെ പുറത്ത് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് വെക്കാം. ഇനി സ്വിച്ചിലേക്ക് ബാറ്ററിയുടെ എല്ലാം കൂടി യോജിപ്പിച്ചേക്കണ പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്ക് അവിടെ സോൾഡർ ചെയ്ത് വെക്കാം. ഇനി മോട്ടറിൻ്റെ ഒരു വയർ എടുത്തിട്ട് നേരെ നമുക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം സ്വിച്ചിൽ തന്നെ ഒരു വയർ ഇട്ടേക്ക് സോൾഡർ ചെയ്ത് വെച്ചേക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ ലൈൻ എടുത്തിട്ട് ആ വലിയ മോട്ടർ, ആ പവർ കൂടിയ മോട്ടർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടല്ലോ, അതിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആയുള്ളത് ബാറ്ററിയുടെ മോട്ടറിൻ്റെ നെഗറ്റീവ് ലൈനാണ്. ആ നെഗറ്റീവ് ലൈനും ബാറ്ററിയിലേക്ക് നേരിട്ടാണ് സോൾഡർ ചെയ്താണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ബാക്കിലുള്ള മോട്ടറിൻ്റെ പണിയായി കഴിഞ്ഞ് ഏകദേശം. ഇനി ഫ്രണ്ടിലുള്ള മോട്ടറിലേക്കും ഇതുപോലെ ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ വയർ എടുത്തിട്ട് മോട്ടറിൻ്റെ മറ്റേ ലെഗിലേക്കും ആണ് സോൾഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാ ഇതും കഴിഞ്ഞ് ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. ബാറ്ററിയിൽ നിന്ന് സ്വിച്ചിലേക്ക്, സ്വിച്ചിൽ നിന്ന് എല്ലാ മോട്ടറിലേക്കും ലൈൻ പോകണം, അത്രേ ഉള്ളൂ. കുറേ വയറൊക്കെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ സംഭവമാണ്. മോട്ടർ ഇപ്പോൾ എല്ലാം കറങ്ങാണ്ട് അടിപൊളിയായിട്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ലീഫ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹൈ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനകത്തേക്ക് ഇനി പങ്ക് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു 4-5 പങ്ക് എടുത്തിട്ടുണ്ട്. പല കളറുള്ള പങ്കയാണ് വാങ്ങിച്ചത്. ഒറ്റ കളറുള്ള പങ്കയൊക്കെ ആണെങ്കിൽ കൂടുതൽ രസമായിരിക്കുള്ളൂ. ഒറ്റ പങ്ക കളർ കിട്ടിയില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ലീഫ് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ലീഫും മറ്റേ പങ്കയും തമ്മിൽ ഇങ്ങനെ മുട്ടരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ മുട്ടാണ്ട് നോക്കാം. അപ്പോൾ അതിന് തന്നെ നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ആദ്യം ഇങ്ങനെ പങ്ക കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വെക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പറിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാനിതുപോലെ ആദ്യം കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം കണ്ട് ശരിയായില്ല. പിന്നെ ഒരെണ്ണം ഒന്ന് പറിച്ച് നീക്കിയൊക്കെയാണ് വെച്ചത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു ഇതും കൂടി ഉണ്ട്. ഫ്രണ്ടിൽ അതും ഇതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിലെ ലീഫാണ് എടുത്തേക്കണം. അതും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുക. പങ്കയുടെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറങ്ങുന്നുണ്ട്. നമുക്കിനി ഫ്രണ്ടിലെ കണക്ഷൻ നോക്കാം. നല്ല കാറ്റാണുള്ളത്, നല്ല പവറുള്ള കാറ്റാണുള്ളത്. ഇനി ഫ്രണ്ടിലെ ഇതൊന്ന് കറങ്ങി നോക്കാം. ഫ്രണ്ടിലും ബാക്കിലും എല്ലാവരും കൂടി അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനിയൊരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒഴുകി പോവുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു ഇന്ത്യയുടെ കൊടി ഇരിക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഒരു കൊടി വെക്കുകയാണ്. ഇതിനകത്തേക്ക് കുറച്ച് പശയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് വെക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് രാത്രിയൊക്കെ ഓടിക്കാനായിട്ടേ ഇത് കാണണമല്ലോ, ഒരു വെട്ടം വേണമല്ലോ, സാധനം മണ്ണുണ്ട് ഓടണ്ടെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു LED സ്ട്രിപ്പ് നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഒരു ബ്ലൂ കളറിൽ LED ആണ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ പശ ഒട്ടിച്ച് കൊടുക്കുക. ഫുള്ള് പശ ഇട്ട് കൊടുത്തോ. വെള്ളം തട്ടി കഴിഞ്ഞാൽ ഷോർട്ടാവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി പശ ഇട്ട് കൊടുത്തോ നല്ല രീതിയിൽ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ നമുക്കിത് ഇനി കണക്ട് ചെയ്യാം. ഇതിൻ്റെ ലൈൻ എടുത്ത് ബാറ്ററിയിലേക്കും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. LED പണിയായി കഴിഞ്ഞിട്ട് ഇതേ രാത്രിയാകുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. കുറച്ചും കൂടി വെട്ടം ഉണ്ടാവും. നമുക്കിപ്പോൾ ഇങ്ങനെ ക്യാമറയുടെ ഇതിനകത്ത് അടിച്ചിട്ടാകുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ LED ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോട്ട് ഇപ്പോൾ ഒഴുകാനായിട്ട് റെഡി ആയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പകലാകുമ്പോൾ ഇത് ഇത്രയും വെട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞ് നമുക്കിനി ഇത് ഒഴുക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ബോട്ട് വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഇതുപോലത്തെ സിമ്പിളായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ബോട്ട് വീഡിയോകൾ അതുപോലെ നല്ല ഉപകാരപ്രദമായ വീഡിയോ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.